നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശബരിനാഥൻ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു 10-13 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളിംഗ് ആരംഭിക്കുകയാണ്. ആദ്യ വോട്ട് തന്നെ ഒരുപക്ഷെ നേമത്തെ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന്റെ ആകാം. അദ്ദേഹം വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. അവിടുത്തെ UDF സ്ഥാനാർത്ഥിയാണ് KS ശബരിനാഥൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി UDFന്റെ നേമത്തെ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നു. ശബരിനാഥൻ ഒരുപക്ഷെ ആദ്യം വോട്ട് ചെയ്യുന്നവരുടെ ഗണത്തിൽ KS ശബരിനാഥനും ഉൾപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോപി, അവിടെ ഷഫീദ് ഉണ്ട്. ശബരിനാഥൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള ബൂത്തിൽ ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, സ്ഥാനാർത്ഥി ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും ശേഷിക്കുന്നുണ്ട് 10 മിനിറ്റോളം സമയം. ആദ്യത്തെ വോട്ടറാണോ ശബരിനാഥൻ ആ ബൂത്തിലെ? അസ്ത, ശരിക്കും KS ശബരിനാഥന് ഇവിടെയല്ല വോട്ട്. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ഈ ശാസ്തമംഗലം സ്കൂളിലാണ്. അദ്ദേഹം ഇപ്പോൾ ഈ മുടവൻമുകൾ LPS സ്കൂള്, അത് ഈ തിരുവനന്തപുരത്ത് ആദ്യം കൂടുതൽ വോട്ടർമാരെത്തുന്ന ബൂത്തുകളിൽ ഒന്നാണ്. അവിടേക്ക് അദ്ദേഹം വോട്ടർമാരടക്കം കാണാനും ഈ ബൂത്ത് സന്ദർശിക്കാനും എത്തിയതാണ്. അല്പസമയത്തിനുള്ളിൽ മോഹൻലാൽ ഈ മുടവൻമുകൾ LPS സ്കൂളിലെ ഈ ബൂത്തിലെത്തിയിട്ടായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. അതിനു മുൻപ് ഇവിടെ വലിയ തിരക്ക് നമ്മൾ കണ്ടതാണ്. സാധാരണഗതിയിൽ ഈ നേമം മണ്ഡലം നമുക്കറിയാം വലിയ രാഷ്ട്രീയ ആകാംക്ഷയുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഈ വലിയ പോരാട്ടം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പരമാവധി ബൂത്തുകൾ സന്ദർശിക്കുക സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഈ ബൂത്തുകളിലേക്ക് ഈ ആളുകൾ എത്തുന്നത്. ഈ സ്വാഭാവികമായും നേമത്തേക്ക് വരുമ്പോൾ നേമത്ത് എല്ലാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. മാത്രമല്ല, ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ പരമാവധി ആളുകളെ ഈ വോട്ടിംഗ് ദിവസം അവരെ കാണാനും സാന്നിധ്യം അറിയിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബൂത്തിലാണ് മോഹൻലാൽ വോട്ട് ചെയ്യാൻ എത്തുന്നത്. ഇവിടേക്ക് ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെല്ലാം ആ സമയത്തേക്ക് എത്താനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ നമ്മൾ ഈ വോട്ടിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതാണ്. നേമമണ്ഡലത്തെ സംബന്ധിച്ച് ഈ വലിയ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതാണ്. മാത്രമല്ല, കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാര്യമായിട്ടുള്ള പോളിംഗ് നടന്ന, രാഷ്ട്രീയ മത്സരം നടക്കുന്നതിനാൽ പോളിംഗ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.